നെക്സ്റ്റ് മൊഡ്യൂൾ 3-ൽ നമുക്ക് യൂണിറ്റ് 6 ആണ് നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 3-ലെ യൂണിറ്റ് 6-ൽ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ഗ്രാഫിക് നറേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഇത് 4 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ഒറ്റയടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതായത് ഗ്രാഫിക് നറേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു എസ്സേ ആണിത്. എഴുതിയിരിക്കുന്നത് ധ്രിയത് ബ്രദ ഭട്ടാചാർയ ടാറ്റോ. അപ്പോൾ ടാറ്റോ എന്നുള്ളതാണ് ഇയാൾ ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതിക്കോ. അപ്പോൾ ഈ ടാറ്റോ എന്ന് പറഞ്ഞ ആൾ ഒരു ന്യൂഡൽഹി ബേസ്ഡ് റൈറ്ററാണ് കേട്ടോ. സോ അയാളുടെ ഒരു എസ്സേ ആണിത്. അതായത് ഗ്രാഫിക് നറേറ്റീവ്സിൻ്റെ പിന്നെന്താണ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, മേജർ ഗ്രാഫിക് റൈറ്റേഴ്സ് ആരൊക്കെയാണ്, ഗ്രാഫിക് നറേറ്റീവ്സ് മേജർ വർക്ക്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പാരഗ്രാഫ് വൈസ് സമ്മറിയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓരോ പാരഗ്രാഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷബാനെ ഒരു ഗ്രാഫിക് നോവൽ കോൺട്രിബ്യൂട്ടറാണ്. അവരാണ് ഈ ക്യാപ്റ്റൻ ബിജ്ലി എന്ന് പറഞ്ഞ ഒരു കോമിക്, അതായത് ഒരു ഗ്രാഫിക് ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തതും. ആൻഡ് ഷീ പബ്ലിഷ്ഡ് മൈസ് വിൽ ബി മൈസ് എന്നുള്ളൊരു ഗ്രാഫിക് നറേറ്റീവ് ഇവർ പബ്ലിഷ് ചെയ്തു. ആൻഡ് ഷീ കൊളാബറേറ്റഡ് വിത്ത് ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഷോഹെയ് എമുറയുമായിട്ട് ക്ലബ് ചെയ്തിട്ടാണ് ഇവർ ഈ മൈസ് വിൽ ബി മൈസ് എന്നുള്ള വർക്ക് പബ്ലിഷ് ചെയ്തത്. അതായത് ഈ പാരഗ്രാഫിനകത്ത്, ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രാഫിക് നോവൽ പബ്ലിഷിനുള്ള അവരവരുടെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്നാണ്. ഈ ഷബാനെ എന്നുള്ള അവരുടെ വർക്ക് എന്ന് പറയുന്നത് ക്രോസ് കൾച്ചറൽ കൊളാബറേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇവർ ജാപ്പനീസ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഷൊഹെയ് എമുറയുമായിട്ട് കൂടി ചേർന്ന് കൊളാബ് ചെയ്തിട്ടാണ് മൈസ് വിൽ ബി മൈസ് എന്നുള്ള ഗ്രാഫിക് നറേറ്റീവ് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അവരൊരു ഗ്രാഫിക് നോവൽ കോൺട്രിബ്യൂട്ടറാണ് ഷബാനെ. ആൻഡ് ഷബാനെ എന്ന് പറഞ്ഞൊരു ക്രിയേറ്റർ ആൻഡ് പബ്ലിഷറാണ്. ക്യാപ്റ്റൻ ബിജ്ലി എന്ന് പറയുന്നത് ആണ് ഇവരുടെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. ആൻഡ് ഷീ കൊളാബറേറ്റഡ് വിത്ത് എ ജാപ്പനീസ് ആർട്ടിസ്റ്റ്. ആൻഡ് പാരഗ്രാഫ് 2-നകത്ത് പറയുന്നത് വിശ്വജ്യോതി ഘോഷ് എന്ന് പറഞ്ഞൊരാൾ ദിസ് സൈഡ് ദാറ്റ് സൈഡ് റീസ്റ്റോറിയിങ് പാർട്ടീഷൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടീഷനെ കുറിച്ചുള്ളൊരു ഗ്രാഫിക് നോവൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് വിഷ്വൽ പെർസ്പെക്റ്റീവിൽ ഒരു ഗ്രാഫിക് നറേറ്റീവ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആന്തോളജിയാണ്, ഒരുപാടുണ്ട്. ഈ ആന്തോളജിക്കകത്ത് പുതിയ പുതിയ ക്രിയേറ്റേഴ്സും ഉണ്ട്, അവരവരുടെ സ്ട്രോങ് നറേറ്റീവ്സും ഉണ്ട്. ദിസ് സൈഡ് ദാറ്റ് സൈഡ് റീസ്റ്റോറിയിങ് പാർട്ടീഷൻ എന്ന് വെച്ചാൽ പാർട്ടീഷനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ വിഷ്വലി പ്രസൻറ്റ് ചെയ്ത് പോയേക്കുന്ന ഒരു വർക്കാണ്. അതായത് ഈ ഗ്രാഫിക് നോവൽസിന് ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആയിട്ടുള്ള പാർട്ടീഷനെ പോലുള്ള കാര്യങ്ങളെ റീഇൻറ്റർപ്രറ്റ് ചെയ്ത് റീസ്റ്റോറി ചെയ്ത് എഴുതാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ആ വിഷ്വൽസ് യൂസ് ചെയ്തിട്ട് പാർട്ടീഷൻ്റെ ഇമോഷണൽ ആൻഡ് പൊളിറ്റിക്കൽ സൈഡിനെ കുറിച്ചാണ് ഈ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഇതൊരു കളക്ഷനാണ്. കളക്ഷനകത്ത് വേറെ ഒരുപാട് റൈറ്റേഴ്സും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യങ് വിഷ്വൽ സ്റ്റോറി ടെല്ലേഴ്സിനെയാണ് ഈ ഒരു ആന്തോളജിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പാരഗ്രാഫ് 3 എന്ന് പറയുന്നത് അപ്പൂപ്പൻസ് ലെജൻഡ്സ് ഓഫ് ഹലാഹല. അതൊരു ടെക്സ്റ്റ് ലെസ് ഗ്രാഫിക് നോവലാണ്. നോൺ ഇംഗ്ലീഷ് റീഡേഴ്സിനും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അതിനകത്ത് ഡയലോഗ്സ് ഒന്നുമില്ല, ജസ്റ്റ് വിഷ്വൽസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ആ ഒരാളുടെ വേറൊരു ലേറ്റസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അസ്പൈറസ് എന്നാണ്. അത് കൺസ്യൂമറിസം എന്നുള്ള കാര്യത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇറങ്ങിയ ബുക്കാണ്. അതായത് അപ്പൂപ്പൻ ചലഞ്ചസ് എന്താണ്, ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിങ്ങിനെ ചലഞ്ച് ചെയ്യുകയാണ്. എങ്ങനെ ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ ഡയലോഗും ഉണ്ട്, പിക്ചറും ഉണ്ട്. പക്ഷേ ഇയാളുടെ ഈ ലെജൻഡ്സ് ഓഫ് ഹലാഹല എന്നുള്ള വർക്കിനകത്ത് ടെക്സ്റ്റ് ഇല്ല, അതായത് ഡയലോഗ്സ് ഒന്നുമില്ല, വിഷ്വൽസ് മാത്രമാണ്. വിഷ്വൽസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ നോൺ ഇംഗ്ലീഷ് റീഡേഴ്സിനും അത് വായിക്കാൻ, അതായത് അത് മനസ്സിലാക്കാൻ സാധിക്കും. തീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. സോ ഈ ഗ്രാഫിക് നോവലിനെ ഒരു സോഷ്യൽ കമൻട്രി ആയിട്ടാണ് അദ്ദേഹം എടുക്കുന്നത്. ഓക്കെ, പിന്നെ അതൊരു സൈലൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ്ലെസ് ഗ്രാഫിക് നോവലാണ്. ഇനി പാരഗ്രാഫ് 4-നകത്ത് പറയുന്നത് ആന്തോളജീസിനെ കുറിച്ചും കളക്ഷനെ കുറിച്ചുമാണ്. ആന്തോളജീസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാപ്റ്റൻ ബിജ്ലിയുടെ ഡോഗ്സ് എന്നുള്ള വർക്കും അതുപോലെ തന്നെ മാലിക് സജ്ജാദിൻ്റെ മുന്നു എന്നുള്ളതും ആന്തോളജി വർക്ക്സ് ആണ്. ഫസ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഗ്രാഫിക് നോൺ ഫിക്ഷൻ വർക്ക് എന്ന് പറയുന്നത്. മുന്നു എന്ന് പറയുന്നതിനകത്ത് ഗ്ലോബൽ പിന്നെ അതായത് മുന്നു എന്നുള്ള കളക്ഷനകത്ത് ഈ വേറെ രാജ്യങ്ങളിലുമുള്ള ഗ്രാഫിക് നറേറ്റീവ്സിനെ കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫിക് നോവലാണ് MAUS മോസ് എന്നുള്ള വർക്ക് കേട്ടോ. പിന്നെ ഫസ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നതാണ് നോൺ ഫിക്ഷൻ ഫസ്റ്റ് ഗ്രാഫിക് വർക്ക് എന്ന് പറയുന്നത്. പിന്നെ പാരഗ്രാഫ് 5-നകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർനാഥ് ബാനർജി എന്ന് പറഞ്ഞ ആൾ ഗ്രാഫിക് നറേറ്റർ, അദ്ദേഹം ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക് നോവൽസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ വർക്ക് ഉണ്ടല്ലോ, സാർനാഥ് ബാനർജിയുടെ വർക്ക്സൊക്കെ ഓഫൺ ആർട്ടായിട്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ് എക്സിബിറ്റഡ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്, അതായത് ഒരു പെയിൻറ്റിങ്സ് പോലെയൊക്കെയാണ് വെച്ചേക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ. അപ്പം ഗ്രാഫിക് നോവൽസിൻ്റെ ഡുവൽ ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ് ഈ പാരഗ്രാഫിനകത്ത് പറയുന്നത്. ഗ്രാഫിക് നോവൽസ് എന്ന് വെച്ചാൽ അത് ലിറ്റററിയുമാണ് ആർട്ടിസ്റ്റിക്കുമാണ്.
എക്സാമ്പിൾ സാർനാഥ് ബാനർജിയുടെ വർക്ക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക് ലിറ്ററേച്ചറിലും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പങ്ക്. അതുപോലെ തന്നെ അതൊരു പെയിൻറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ആർട്ടിൽ എക്സിബിറ്റഡ് ആയിട്ട് എക്സിബിഷൻ പോലെയും കാണിക്കാറുണ്ട്. ഓക്കെ, പിന്നെ പാരഗ്രാഫ് 6 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് മാറുവാണ്. യെറ്റ് അപ്പൂപ്പൻ എന്നുള്ള ആ റൈറ്റർ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിക് നറേറ്റീവ് എന്ന ഫീൽഡിന് കുറച്ചും കൂടി പ്രോഗ്രസ് വേണം എന്ന് പറയുവാണ്. ഈ മിത്തോളജിയെ മാത്രം ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കുറേ പേര് ഗ്രാഫിക്കൽ നോവൽസ് ഇറക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ മിത്തോളജിക്ക് അപ്പുറമുള്ള സബ്ജക്റ്റുകൾ നമ്മൾ തേടി പിടിച്ച് ഒറിജിനൽ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാരാ പറഞ്ഞ അപ്പൂപ്പനാണ്. പാരഗ്രാഫ് 7 അമൃത പാട്ടീൽ എന്ന് പറഞ്ഞൊരു റൈറ്റർ സോപ്തിക് എന്നുള്ളൊരു വർക്ക് എഴുതുന്നുണ്ട്. അത് ആദിപർവ എന്നുള്ള മഹാഭാരതത്തിൻ്റെ ആദിപർവത്തിന് ഒരു സീക്വലായിട്ടാണ് ഈ സോപ്തിക് എന്നുള്ള വർക്ക് ഇവർ ചെയ്യുന്നത്. പിന്നെ ഭരത് മൂർത്തിയുടെ ദ വാനിഷ്ഡ് പാത്ത് എന്നും പറഞ്ഞ് ബുദ്ധയുടെ ജേണിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ്, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. മിത്തിക്കൽ റീഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. മറ്റേ മഹാഭാരതയുടെ ആദ്യ പർവ്വത്തിന് ഒരു സീക്വലായിട്ട് സെക്കൻഡ് പാർട്ട് പോലെ സോപ്തിക് എന്ന് പറഞ്ഞ അമൃത പാട്ടീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാവലോഗ് സ്റ്റൈലിൽ പിന്നെ നമ്മുടെ ആരാണ് ഭരത് മൂർത്തി ബുദ്ധയുടെ ജേണിയെക്കുറിച്ച് വാനിഷ്ഡ് പാത്തിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പിക്സും സ്പിരിച്വൽ തീംസും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ട്രാവലോഗ് പോലെയും വരുന്നുണ്ട്. പിന്നെ പാരഗ്രാഫ് 8 പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ഗ്രാഫിക്കൽ നോവൽ ഇപ്പോഴും സ്റ്റിൽ ഏർലി സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് ഈ ഭരത് മൂർത്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഗ്രാഫിക് നോവൽസിൻ്റെ തന്നെ മാഗസീൻ പോലെ ഇറക്കി കഴിഞ്ഞാൽ മാസ് ഓഡിയൻസ് ഇതിന് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അപ്പൂപ്പൻ എന്നുള്ള റൈറ്റർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഹൈ പ്രൈസും വീക്കായിട്ടുള്ള വിഷ്വൽ ലാംഗ്വേജും അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിക് നോവൽസിനെ താഴോട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടും സ്ട്രക്ചറൽ ആയിട്ടുള്ള ചലഞ്ചസ് ഒരുപാട് ഗ്രാഫിക്കൽ നോവൽസിനുണ്ട്. കോസ്റ്റ്, ആക്സസിബിലിറ്റി, പിന്നെന്താണ് ഇത് പ്രിൻറ്റ് ചെയ്യാനുള്ള ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫിക് നോവൽസിൻ്റെ ഡിമിനിഷിങ്ങിന് അല്ലെങ്കിൽ എന്താണ് ഡിസപ്പിയറൻസിന് കാരണമാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാഫിക് നോവൽസ് സ്റ്റിൽ അണ്ടർ ഡെവലപ്ഡ് ആണെന്ന് പറയുവാണ്. അതിലെ മേജർ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? പ്രൈസ്, സ്റ്റൈല്, ഈ എഡ്യൂക്കേഷൻ ഇല്ലാത്തത്, ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതൊക്കെയാണെന്നാണ് പറയുന്നത്. പാരഗ്രാഫ് 9 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അമർ ചിത്രകഥ പോലെയുള്ള സ്റ്റോറീസ് അതൊക്കെ സക്സസ്ഫുൾ ആയത്, പക്ഷേ ഗ്രാഫിക് നോവൽസ് സ്റ്റിൽ എന്തുകൊണ്ടാണ് സ്ട്രഗിൾഡ് ആവുന്നത്. അപ്പോൾ ഫിക്ഷൻ, ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി വേണം, എന്നാൽ മാത്രമേ ഗ്രാഫിക് നോവൽസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ട്രഡീഷണൽ കോമിക്കാണ് ഈ അമർ ചിത്രകഥ എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ നോവൽസ് എന്ന് വെച്ചാൽ മോഡേൺ ആയിട്ടുള്ള ബുക്കുകളാണ് അതൊക്കെ. അപ്പം ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് സക്സസ്ഫുൾ ആകാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്.